Deep and wide, deep and wide, there's a river flowing deep and wide. I feel now that I didn't come to India because India has greater needs than Australia, but just because I feel God wanted me to be here. You are above 60, sir? 70. Oh, thanks God. ചെറുപ്പക്കാരൻ. Thanks. ഇന്ന് പോകുന്നു. ഇന്ന് പോകണ്ട ഇന്ന് പഠിക്കില്ല. എന്നാലും ഒരു പാട്ട് പാട്. ഇപ്പോൾ കുറവുണ്ട്. ഓപ്പറേഷൻ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. ഡിസംബറിൽ അവന് കല്യാണവും വേണം. ഡിസംബർ അവസാനം നവംബർ 15-ാം തീയതി. അപ്പം ഈ 50,000 രൂപ കൊടുത്ത് വാക്കുറപ്പിക്കണം. എൻ്റെ വെതർ എന്നെ കൈവിട്ടാൽ എനിക്ക് ആരുമില്ല. ഇത് നല്ലൊരു ബന്ധം. എൻ്റെ കൊച്ചിന് മരണകാലം വരെ ജീവിക്കാനുള്ളൊരു ഭാഗ്യമാണ് വന്നത്. എൻ്റെ കയ്യിലുള്ളത് അവൾ തട്ടിയെടുത്ത വെതർ അറിയാമല്ല എത്ര ലക്ഷം രൂപ വില പിടിക്കുന്ന സാധനം. ഇനി വെതർ ഉറപ്പ് പറഞ്ഞാലേ ഞാൻ അവിടെ ഉറപ്പ് കൊടുക്കുകയുള്ളൂ. അവർ വരുന്നതെന്ന് വെച്ചാൽ ബുധനാഴ്ച വരും. രാവിലെ 6 മണിയാകുമ്പം, ചില ആളുകളെന്ന് വെച്ചാൽ 5 മണി ഒക്കെ ആകുമ്പോഴാണ് രാവിലെ എത്തുന്നത്. പുള്ളിക്ക് കിടക്കാൻ പോലും കിട്ടാത്ത അവസരത്തിലാണ് രാത്രി വന്ന് കിടന്ന് ബഹളം വെച്ച് കാശ് വാങ്ങിക്കണം. എന്ത് ആവശ്യം വന്നാലും ബഹളത്തൊക്കെ ഞാൻ ഓടി വരും. കാരണം ആരും ഞങ്ങൾ അണയ്ക്കാൻ, ആരും സഹായിക്കാൻ, ആരും ആശ്രയിക്കാൻ ആരുമില്ല. എല്ലാവരും വെറുക്കപ്പെട്ട അവസ്ഥയാണ്. അപ്പോഴത്തേക്കും എപ്പോഴും പറഞ്ഞ് കാര്യം പപ്പയില്ല, നമുക്ക് ജീവിതമാർഗ്ഗം ഒന്നുമില്ല എന്ന്. ബ്രദറിൻ്റെയൊക്കെ വരുമ്പോൾ ബ്രദർ ഒരു ആശ്വാസം നമുക്ക്. കുറിച്ച് വന്നപ്പം കൊളസ്ട്രോളിൻ്റെ മരുന്നേ തന്നോളൂ. ഒരു ആദ്യം മരുന്നേ തന്നോളൂ. പുറമേ കൊളത്തൊന്നും വായിക്കാൻ പറഞ്ഞു.
സാർ എൻ്റെ 9 വയസ്സ് മുതൽ ഞാൻ ടോം ബ്രദറുമായിട്ട് കാണാൻ തുടങ്ങിയാണ്. ഇവിടെയൊക്കെ വന്ന് ഞങ്ങൾ കൊച്ചു പിള്ളേരായിരുന്ന സമയം മുതലേ ബ്രദർ ഈ ഏരിയയിൽ വന്ന് ഞങ്ങൾക്ക് അപ്പോൾ ഈ ഏരിയ കംപ്ലീറ്റ് ഉള്ള വീടുകൾ കൊച്ചു കൊച്ചു വീടുകളായിരുന്നു. അപ്പോൾ ആ ചെറിയ വീടുകളെല്ലാം ബ്രദർ മുഖാന്തരം വാലയൊക്കെ കെട്ടി പിന്നെ ഞങ്ങളെ ഗബ്രിയേൽ അച്ഛൻ മുഖാന്തരമാണ് ബ്രദർ ഇവിടെ ഈ കേരളത്തിൽ വരാൻ കാരണം. എന്നെ സംബന്ധിച്ച് ബ്രദർ എനിക്ക് 3 പെൺമക്കൾ. ഈ 3 പെൺമക്കൾക്കും ബ്രദർ സഹായം ചെയ്തു. ഞാൻ വീട്ടിൻ്റെ കാര്യം പറഞ്ഞു തന്നപ്പോഴും എന്നെ സഹായിച്ച് വിവാഹത്തിനായിട്ട് മക്കളെ വിവാഹത്തിന് എൻ്റെ മക്കളെ പഠനത്തിനെല്ലാം ബ്രദർ സഹായിച്ച് ഇതാ ഇപ്പോഴും ഈ കഴിഞ്ഞ 1 മാസം ആയില്ല എനിക്ക് 15,000 രൂപയാണ് എനിക്ക് ബ്രദർ സഹായിച്ചത്. അവിടെ കോവിലാണ് പള്ളിയാണെന്നൊന്നും ബ്രദറിന് അങ്ങനെ ഒരു പ്രത്യേകത ഇല്ല. എല്ലാവർക്കും കൊടുക്കും. പറ്റിക്കുന്നവരുണ്ട്, പക്ഷെ അതിനെ ഒരേ തമ്പുരാൻ പറ്റിക്കും. ബ്രദറിനെ കാണുന്നത് ഞങ്ങളെ ദൈവത്തിന് തുല്യമല്ല, അതിൽ നിന്ന് ഞങ്ങൾ ദൈവത്തെക്കാളും സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ മരിക്കുന്നതുവരെ ഞങ്ങളെ ഈ രാജ്യം വിട്ട് പോകരുതെന്നാണ് ഞങ്ങൾ ആഗ്രഹം. പിന്നെ കള്ള് കുടിച്ചുകൊണ്ട് ഒരുപാട് ഒരു ബ്രദറിൻ്റെ പുറകിൽ നിന്ന് ഇങ്ങനെ ബ്രദറിനെ ചീത്ത വിളിക്കുന്നവരുണ്ട്, ബ്രദറിൻ്റെ കയ്യിരിക്കുന്ന കാശുകൾ തട്ടിക്കൊണ്ട് പോകുന്നവരുണ്ട്. ഇങ്ങനെ അപ്പം നമ്മളെ പോലെയുള്ള ഈ പാവങ്ങൾക്ക് വേണ്ടി സഹായിക്കാൻ കൊണ്ടുവരുന്ന കാശാണ് ഇവന്മാരിപ്പോൾ ഈ കുറച്ച് പാസ്റ്റർമാരെന്നും പറഞ്ഞിട്ട് ഇവന്മാർ ഇറങ്ങിയിട്ട് പറയും ബ്രദറെ അവർക്ക് കൊടുക്കരുത്, അവർക്ക് ജീവിക്കാൻ നിവൃത്തിയുള്ളവരാണ് എന്നും പറഞ്ഞ് ഇവന്മാർ ബ്രദർ എല്ലാവരെയും ഒരുപോലെ കാണുന്നവരാണ്. കാകളങ്ങളുടെ ധ്വനികൾ ദൈവമക്കൾക്കിൻപമാണത്. കാകളങ്ങളുടെ ധ്വനികൾ ദൈവമക്കൾക്കിൻപമാണത്. അന്നോ ദുഷ്ടൻ്റെ നിലവിളി കേൾക്കും, അയ്യോ കഷ്ടം ഭയങ്കരമേ. അന്നോ ദുഷ്ടൻ്റെ നിലവിളി കേൾക്കും, അയ്യോ കഷ്ടം ഭയങ്കരമേ. എൻ്റെ കൂട്ടുകാരൻ ഇദ്ദേഹം വന്ന കാലം വരെയുള്ള പരിചയമുണ്ട്. തൃപ്പാത്തിൽ വന്ന കാലം വരെ ഉള്ള പരിചയമുണ്ട്. തൃപ്പാത്ത് മുഴുതിരി കത്തിക്കുന്ന സാമ്പ്രാണി ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ ഭർത്താവ് അവിടെ പോയി. ഞാൻ അവിടെ പോയി പഠിപ്പിച്ചു തന്നു. ജോൺസൺ ഇനി ചെയ്യണ്ട, ജോൺസൺ പാവം, അതുകൊണ്ട് ജോൺസൺ ഇനി ചെയ്യണ്ട, ഞാൻ ഇവിടുന്ന് പോകുന്ന കാലം വരെ ഞാൻ ചെലവിന് കൊടുത്തോളാം. അങ്ങനെയാണ് ഞങ്ങൾക്ക് 2 പേർക്കും ഇന്ന് വരെ തന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ചെന്ന് വാങ്ങിക്കാം. കുറെ എണ്ണങ്ങളെ ഭയങ്കര മഹാറാണികളായിട്ട് കയറിയിരിക്കും. എന്നിട്ട് വേറെല്ലാരും എന്തേലും കിട്ടുവാണെങ്കിൽ അസൂയായിരുന്നു കണ്ട് എപ്പോഴും ബ്രദറിന്റെ പുറകുന്ന് തന്നെ എന്നും ആരെന്നിരുന്ന് പറയും. അത് പാറ്റാനായിട്ട് ആണ് അവരാ പോണത്. അവര് ആ വീടാറായി കിടക്കണ കേട്ടോ, ഓട് മൊത്തം ഇങ്ങനെ കിടക്കണ. അവരൊരു തുണ്ട് കൊണ്ട് ചെന്നപ്പോ തരൂലെന്ന്. അവർക്ക് പണം കിടക്കണമെന്ന് ബ്രദർ പറയണെന്ന്. നിങ്ങൾക്ക് പണം കൊണ്ട് തരൂലെന്ന്. പിന്നെ നേരിട്ട് ബ്രദർ വരുമെന്ന് പറഞ്ഞു. നേരിട്ട് വന്ന് ബ്രദർ ഞങ്ങളെ വീട് കാണണം, കണ്ടിട്ട് പോയാൽ മതി. 35,000 രൂപ കിട്ടും. ഞങ്ങളിപ്പോ പൈസ ബ്രദറിന് ഞങ്ങള് പൈസ അല്ലല്ലോ ചോദിക്കുന്നത്. ഞങ്ങള് ബ്രദറിനോട് പൈസ വെച്ചില്ലല്ലോ. പിന്നെ ബ്രദർ പാവങ്ങളെ സഹായിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു. എൻ്റെ മൂത്ത മകൻ 10ൽ പഠിക്കുന്നു, മകൾ 9 പഠിക്കുന്നു. ഭർത്താവ് കൂലിപ്പണിയാണ്. അതുകൂടാതെ അവർക്ക് ഡയബറ്റീസിൻ്റെ ഒക്കെ അസുഖങ്ങളുണ്ട്. ഗുളിക വാങ്ങിക്കാൻ പോലും വരുന്ന നിവർത്തിയില്ല. എൻ്റെ അവസ്ഥ ഇതാണ്. ഇപ്പോഴാണെങ്കിൽ സുഖമില്ലാതെ പനിയും എല്ലാം വന്ന് ഞങ്ങളെല്ലാവരും അസുഖം പിടിച്ചൊക്കെ കിടക്കുകയൊക്കെ ചെയ്തു. സഹായിക്കാനും എടുക്കാനും ആരുമില്ല. ഒരിടത്ത് ഞങ്ങൾ പോയി പറയാനും പോയില്ല. ഇല്ല. അത് നമ്മൾ അപേക്ഷിക്കാൻ അവർ കൺവേർട്ട് ചെയ്താലേ അവർ നമുക്ക് എന്തെങ്കിലും സഹായിക്കും. അത് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ ഇതുവരെയും പോയിട്ടില്ല. പഞ്ചായത്തിൽ വീടുണ്ടെന്ന് പറയണതല്ലാതെ നമുക്ക് വീട് അവർ തരുന്നില്ല. മകനെ കാണാൻ ഞാൻ ചെന്ന് പറയുമ്പോഴത്തേനും എല്ലാം കൂടി ചെന്ന് കയറി വരുന്ന ആളുകളെല്ലാം കൂടെ പൊതി കൈ കിട്ടുന്നവർ പിടിച്ചോണ്ട് പോകും.
നമുക്ക് അതിന് പോകാൻ നേരമില്ല. പിന്നെ ബദറിൻ്റെ കുറേ പെണ്ണുങ്ങൾ വരും, നെടുവങ്ങാട്ട് അവിടെ ഇവിടെയും ചേർത്ത് പിടിച്ചു. ഞങ്ങളിവിടെ കാത്തിരിക്കും, ഞങ്ങൾ പിന്നെ പോരും. ഇതാണ് സംഭവം. അമേരിക്കയിൽ നിന്ന് കർത്താവിൻ്റെ ദാസന്മാർ, സുവിശേഷ വേലക്കാർ കുപ്പി വരെ പിറക്കി വിറ്റ് പണമുണ്ടാക്കി പാവപ്പെട്ട ജനത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് അയച്ചു കൊടുക്കണം എന്നാണ്. Well, as I mentioned, the original and early main helpers were my relatives, my brother, sister. My mother was of great help while she was alive, and also the friends we met in Germany, and other different friends and relatives. Quite a number of cousins and different friends and relatives have been a great support over the years. Just these recent years, we've been greatly supported from England. ഇതുവരെ കരുതിയ രക്ഷകൻ സ്തോത്രം, ഇനിയും കൃപ തോന്നിക്കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ, ഇനിയും കൃപ തോന്നിക്കരുതിടണേ. ഞങ്ങൾക്ക് വേറെ ആരെ സഹായമില്ല. ഈ കൊച്ചും ഞാനും മാത്രം ഒരു വീട്ടിൽ ജീവിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനോലും മടിയില്ല. നിങ്ങളുടെ സത്യമാണ് ഈ പറഞ്ഞ ആരെങ്കിലും തന്നാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. ഈ കൊച്ചിന് വേറൊരു സ്ഥലത്ത് കൊണ്ടാക്കിക്കായിരുന്നു ഭക്ഷണം കൊടുക്കാൻ നിവർത്തിയില്ലാത്തതുകൊണ്ട് ബദർ പറഞ്ഞ് കൊണ്ടുവരാൻ പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് ഇന്ന് ബദർ പറയാണ് എവിടെയെങ്കിലും പഠിക്കാനുള്ള തിരക്കാണ് ഞങ്ങളുടെ ജോലി. തേങ്ങ വെട്ടിക്കൊണ്ടിരുന്നതാണ്. തേങ്ങ വെട്ടാൻ പോയ വഴിക്ക് അറ്റാക്ക് വന്നു. മെഡിക്കൽ കോളേജിൽ പോയി ഓപ്പറേഷൻ കഴിഞ്ഞ്. അത് ബദർ സഹായിച്ചാണ് നമ്മളിപ്പോൾ ഓപ്പറേഷൻ ചെയ്തത്. ഇന്നും ബദറിൻ്റെ ഇതിലാണ് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടിയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറിയത്. വീട് അക്കരെയാണ് വീട്. ഇന്നും എനിക്ക് ഒരു ദിവസം 25 രൂപയ്ക്ക് വേണം മരുന്ന്. ബദറിൻ്റെ ഇതിലാണ് ഇപ്പോൾ 2.5 വർഷം കൊണ്ട് ഞാൻ ഇങ്ങനെ പോയാണ്. അവർ നമ്മളെ പേരിനെ അയക്കും, ബദറിൻ്റെ പേരിനെ പറഞ്ഞത് നമുക്ക് തന്നെ ചിലവാക്കണം. എല്ലാവർക്കും കൂടിയാണ് ബദർ ചിലവാക്കണം. ഒരാളിന് ഇത്ര രൂപയെന്ന് പറഞ്ഞു പറഞ്ഞു. അത് കഴിഞ്ഞ ആഴ്ച തന്നെ 2 മരുന്ന് എഴുതിയിട്ട് അവർ പറഞ്ഞ് ഒരു മരുന്ന് തരുവുള്ളെന്ന് പറഞ്ഞു, 1 എഴുതിയിട്ടുള്ളെന്ന് പറഞ്ഞു. ബ്രദർ എഴുതുന്നത് ഞാൻ കണ്ടതാണ്. എന്നിട്ട് അവർ പറഞ്ഞ് സുറപ്പ് വേണമെങ്കിൽ തരാം, അല്ലെങ്കിൽ ഗുളിക ഏതെങ്കിലും ഒരു മരുന്ന് തരാമെന്ന് പറഞ്ഞു. പള്ളിയിലൊക്കെ കൊണ്ടുപോയി പ്രാർത്ഥിച്ചിട്ട് ആണ് ഇപ്പോൾ എഴുന്നേറ്റ് നടക്കുന്നത്. അപ്പോൾ അവളെ തല ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് സ്കൂളിൽ ഇങ്ങനെ ഈ ബുദ്ധി പറഞ്ഞ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്കൂളുണ്ട്. ഇപ്പോൾ അങ്ങനെ അത് ഇവനും നടന്ന് ഇങ്ങനെ വളർന്നു പോകും. കുഴപ്പമൊന്നുമില്ല. പിന്നെ എങ്ങനെയെങ്കിലും വെച്ച് കൊടുക്കണേ അവർക്ക്. ഈ ആഴ്ച വരുവാ. മരുന്ന് വാങ്ങിത്തരും, ആഹാരത്തിന് പൈസ തരും, വണ്ടിക്കൂലിക്ക് പൈസ തരും. ഈ ബദർ 23 വർഷക്കാലം കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിനെ സഹായിച്ച് ഓലമാച്ചേരിയൊക്കെ ചെയ്ത് എനിക്കിപ്പോൾ 7 വർഷമായുള്ള എനിക്ക് സംഭവിച്ചിട്ട് ഈ ബദർ എനിക്കൊരു 30,000 രൂപ എനിക്ക് ചിലവാക്കിയിട്ടുണ്ട്. 30,000 രൂപ ഈ ബദർ എനിക്ക് ചിലവാക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു മാസത്തിലൊരു 10-15,000 രൂപ കാണും എനിക്ക് മാത്രം. അല്ല മറ്റുള്ള കടകളൊക്കെ ഒരുപാടുണ്ട്. കടകളൊക്കെ ഉണ്ടല്ലോ, അരി വാങ്ങുന്നത്, അതേപോലെ ഇതേപോലുള്ള പല കടകളിലും അക്കൗണ്ടുണ്ട് പുള്ളി. ടോം നടത്തുന്ന പ്രവർത്തനങ്ങൾ കുറേ അവർക്ക് ഈ മെഡിസിൻ ആളുകൾക്ക് മരുന്ന് വാങ്ങാൻ സഹായിക്കുന്നതോടൊപ്പം തന്നെ ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റീസ് നടത്തുന്നതിന് വേണ്ടി ട്രെയിനിങ്
വനിതകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അത് ഒരു എൻ്റെ അറിവിൽ തന്നെ ഒരു 2000-ൽ കൂടുതൽ സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകിയിട്ടുണ്ട്. ആ തൊഴിൽ ചെയ്യുന്നതിനുള്ള സഹായവും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. When I was in Calcutta, I had seen these people leaves with the painting on them. So I think at that time there wasn't any leaf painting done in the south of India, or in this area at any rate. So I thought we would try to do those, as they were very attractive. നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി പറഞ്ഞ് ഇങ്ങനെ എല്ലാം വരയ്ക്ക് ആളെടുക്കണം ചെല്ലാൻ പറഞ്ഞു. 2-3 വരെ എടുക്കണം ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ആ കൂട്ടത്തിൽ എന്നതാണ് ഞാൻ. We now have very good friends in England who are supporting our work. There's a Peter Baker and a Sue Seaborn, and Peter Baker's wife Dorothy, and Margaret and Roger. It's only a small group, but they do great work helping us, and they go to the little village fairs and markets in England and have a stall where they display our articles and sell them there. So they sell many cards every year. ഒരു ബ്രദർ കടയിൽ നിന്ന് വാങ്ങിച്ച് നമുക്ക് കൊണ്ടുതരും. നമ്മളതിനെ ഇതേപോലെ ചാർജ് ചെയ്ത് ബ്രദറിൻ്റെ ലാഭയ്ക്ക് ബ്രദർ നമുക്ക് പൈസ തരും. சுனாமி டைமில் வந்து எங்கள் என்ஜிஓக்கள் பல நிறுவனங்களை போய் தேடிப்போம் இந்த ஆட்களுக்கெல்லாம் ஹெல்ப் பண்ணுறதுக்கு. அந்த நேரத்தில் வந்து எனக்கு நான் வந்து இங்கே ஈசாப் என்ற ஒரு நிறுவனம் வந்து இந்த இடத்தை அடாப்ட் பண்ணியிருந்தாங்க. அந்த டைமில் எங்கள் பிரதர் ஜார்ஜன் ஒரு ஆள் அங்கே வந்து கோஆர்டினேட்டர் ஒர்க் பண்ணிகிட்டு இருந்தாங்க. அவங்கள்ட்ட போய் நான் வந்து இந்த மாதிரி விஷயத்தை சொல்ல போகிறோம். அவங்க சொன்னாங்க, வி ஆர் த பிக் என்ஜிஓ, we are not supporting the local bodies, so you better to contact brother Tom. He is doing a lot of things for the tsunami people. He is searching a lot of people to take care of the program. வீட்டுக்குள்ள கொஞ்சம் பாருங்க, சிவரெல்லாம் அப்படியே கீறி இருக்கு. 1,60,000 அந்த வீடுன்னு சொன்னாங்க. 1,60,000 இந்த வீடு இப்படியா போடுவாங்க, இதை விட நல்லா போடுவாங்க. நல்லா ஆளு நல்ல கான்டாக்ட் பிடிச்சிருந்தா நல்லா போடுவாங்க. கான்டாக்ட் பிடிச்சவனே பாதி கொண்டு ஓடணும். I think whenever you do anything, people have complaints, and but in my view, the houses are correctly made, and certainly they're very, very attractive and very pleasant houses. And I would much prefer to live in one of those houses than one of the houses built by the government, although the cost of the houses which we built was 75,000, whereas the cost of the government ones was about 1.5 lakhs. Like in any other country in the world, I think India is a country where, especially among poorer people, there is inevitably quite a lot of jealousy, and quite a number of times when people
who see something happening for someone who are a little envious that it isn't happening to them. And I understand that. And I understand that we can't help all the people that we might help. கடவுள் என்னும் முதலாளி கண்டெடுத்த தொழிலாளி விவசாயி விவசாயி கண்ணிலே இருக்கும் எண்ணப்படி ஒளி வேட்டையாடி வரும் எண்ணப்படி கண்ணிலே இருக்கும் எண்ணப்படி கண்களே எண்ணம் என்று எண்ணப்படி உலகத்தில் நெஞ்சத்திலும் எண்ணப்படி உலகாட்சி காணி வர எண்ணப்படி கண்ணிலே நிற்கும் நெஞ்சத்திலே உலகாட்சி காணி வர நல்லபடி கண்ணிலே நெஞ்சம் என்று நிலவாக கண்கில் நிலமிருக்கும் இன்பத்திலே உலகத்திலும் நிலமிருக்கும் நஞ்சத்திலே கனிவான நாடிருக்கும் இன்பத்திலே. My name is Sinama. Do you speak English? Yes. Could you please explain something about Brother Tom? Brother, no, yeah. This brother, my father. Father appo paatanu sollu. Father. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തന ജീവിതം ഉണ്ടായിരുന്നു. അതിനോടൊപ്പം ചെറിയ ഗുണ്ടായുസവും പിന്നെ അടിയന്തരാവസ്ഥ ജയിൽവാസവും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ സാമൂഹിക വിരുദ്ധ പ്രവർത്തകൻ എന്ന് പറഞ്ഞ് നമ്മുടെ ഈ പേരൂർക്കട ഒരു വലിയ ബോർഡ് എഴുതി വെച്ച് എന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. അപ്പോൾ ഞാൻ വളരെ മദ്യപാന സ്വഭാവമുള്ള ഒരാളായതുകൊണ്ട് ഭാര്യയും കുഞ്ഞുങ്ങളും എന്നെ ഉപേക്ഷിച്ച് പോയതിന് ശേഷം യേശുവിനെക്കുറിച്ച് അറിഞ്ഞിട്ട് പള്ളിയിൽ പോകാൻ ആരംഭിച്ചതിന് ശേഷം ഞാൻ പോയി ചെന്ന് ഭാര്യയും പിള്ളേരെയും വിളിച്ചുകൊണ്ട് വന്നു. പിന്നെ ഞങ്ങൾ ഒന്നിച്ച് ആരാധനയ്ക്ക് പോകും. പിന്നെ ഞങ്ങൾ ജനറൽ ആശുപത്രിയിൽ 9-ാം വാർഡിലെ രോഗികളെ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ആ ബന്ധത്തിൽ പല പ്രാവശ്യവും ഇങ്ങനെ ഈ മെൻ്റൽ പേഷ്യൻ്റ് രോഗി കാലിൽ വ്രണം വന്ന് ബസ് സ്റ്റാൻഡുകളിൽ കിടക്കും. അപ്പോൾ അവരെ പോയി ചെന്ന് അതിൻ്റെ വ്രണമെല്ലാം തേച്ച് കഴുകി ജനറൽ ആശുപത്രിയിൽ 9-ാം വാർഡിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഈ ടോം ബ്രദറുമായിട്ട് നമ്മൾ ബന്ധപ്പെടാനായിട്ട് ഇട വന്നത്. ഒരിക്കൽ തന്നെ ബ്രദർ ടോം ഇങ്ങനെ ഒരു അമ്മച്ചിയെ ഇങ്ങനെ നെടുമങ്ങാടിയിൽ നിന്ന് കിട്ടി ഇങ്ങനെ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ അറിഞ്ഞില്ല, ഓട്ടോയിൽ ഇവിടെ കൊണ്ടുവരുമ്പോഴാണ് കാണുന്നത്. പക്ഷേ ഇവിടെ കൊണ്ടുവരുമ്പം ഓട്ടോയിൽ എങ്ങനെ ബ്രദർ കൊണ്ടുവന്നെന്ന് പോലും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഈ ഓട്ടോയ്ക്കകത്ത് നിന്ന് നല്ല വയസ്സ് ചെന്നൊരു അമ്മച്ചിയെ പുറത്തേക്ക് എടുക്കാൻ നിവർത്തിയില്ല. കാരണം അവരുടെ ഇടുപ്പിലെല്ലാം ഒരു 10-15 കിലോ കമ്പി വരും. ഇങ്ങനെ ഈ വണ്ടിയുടെ വീല് പോലെ ഇങ്ങനെ ചുറ്റിക്കറക്കി ഇങ്ങനെ ഒന്നിനു പിറകെ ഇങ്ങനെ ചുറ്റി പെനഞ്ഞ് ആ കമ്പി അഴിച്ചെടുക്കാനോ വെട്ടിയെടുക്കാനോ ഒന്നും പറ്റാത്ത സ്റ്റേജായിരുന്നു. അതുപോലെ ഉണ്ട് 2 കയ്യിൽ, കഴുത്തേൽ, തലയിൽ. യേശുക്രിസ്തുവിൻ്റെ മുൾക്കിരീടം പോലെ തലയിൽ മുഴുവനും കമ്പികളായിരുന്നു. വന്ദങ്ങണ്ണ എരിത്താങ്കള എണ്ണ என்று ஒரு பல்சேள பண்ணி வீடு ஆயாள 80 சம்பளம் கொடுப்பேனி இந்த தஞ்சை வந்துடு ஆயாள. இந்த கட்டடத்தில் ஓட்டுறாங்கள இந்த ஐயா புள்ள தாங்க வெட்டி போனது என்ன தாங்க ஆயாள.
ബ്രദറിൻ്റെ ഇതിൽ തന്നെ എനിക്ക് ആ 50,000 രൂപ തന്നെ എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് വെളിയിൽ നിന്ന് സഹായം എന്ന് പറയാൻ എൻ്റെ അച്ഛൻ കഴിഞ്ഞ് എൻ്റെ അച്ഛനാണ് എനിക്ക് കിഡ്നി തന്നത്. വാങ്ങാനെന്നുള്ള നേതൃത്വമുള്ള കുടുംബത്തിലുള്ളതല്ല, അച്ഛനാണ് കിഡ്നി തന്നത്. അപ്പോൾ അച്ഛൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ബ്രദറാണ്. ബദനി ആശ്രമസ്ഥനായ ഫാദർ ഗബ്രിയേൽ തൈക്കാവിൽ അദ്ദേഹമാണ് ഇവിടെ ഈ സ്ഥാപനം തുടങ്ങുന്നത്. 1974 ആയപ്പോഴേക്ക് ഇവിടെ ഒരു ചെറിയ കുടിൽ കെട്ടി അവിടെ പ്രവർത്തനം ആരംഭിച്ചു. നമ്മുടെ ഈ സ്ഥാപനമായിട്ട് ആദ്യകാലത്ത് ബന്ധപ്പെട്ട ഒരു ഓസ്ട്രേലിയൻകാരന് ടോം എന്നാണ് അറിയപ്പെടുന്നത്. ദേശത്തിലേക്ക് കടന്നു വരികയും ഇങ്ങനെ ഉള്ള പ്രവർത്തനങ്ങളിൽ ബഹുമാനപ്പെട്ട ഗബ്രിയേലച്ചനുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്ന പല ആളുകൾ ഇപ്പോഴും ഇവിടെ ഉണ്ട്. 10-20 വർഷം മുമ്പ് തന്നെ കൊണ്ടുവന്ന ആളുകൾ ഈ ബസ് സ്റ്റാൻഡിലും അതുപോലെ റെയിൽവേ സ്റ്റേഷനൊക്കെ ആരും നോക്കാനില്ലാതെ ഇങ്ങനെ അലിഞ്ഞു നടന്ന ആളുകളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അറിയാം. പുള്ളി ഇവിടെ മുമ്പ് ഗണേശനും മോട്ടിയൊക്കെ ഇവിടെ കൊണ്ടുവന്നില്ലേ അവരെയൊക്കെ. അതിനുമ്പൊക്കെ എനിക്ക് പരിചയമുണ്ട്. ഇവിടെ വന്നിട്ട് എന്നെ അറിയാം, പുള്ളിക്ക് എന്നെ അറിയാം. അങ്ങനെ ഈ കൊച്ചു കൊച്ചു ജോലിയുടെ ആൾക്കാരെ കൊണ്ട് ചെയ്യിച്ച് ആ പ്രസ്ഥാനം ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ടോം അദ്ദേഹം അവിടെ വന്നത്. അദ്ദേഹം മദർ തെരേസയുടെ ഒരു ബ്രദറായിട്ടാണ് അവിടെ വന്നത്. വന്ന് ടോം കൂടി ചേർന്നപ്പോൾ ടോം ഈ കരകൗശലത്തിന് മിടുക്കനായതുകൊണ്ട് അദ്ദേഹം ഈ ആലിൻ്റെ ഇലയെല്ലാം അഴുക്കി അതിൽ നിന്ന് പിന്നെ അതിൻ്റെ നാരൊക്കെ എടുത്ത് ഒരു പിന്നെ ആൽബം ഉണ്ടാക്കി പടമെല്ലാം വരച്ച് വെളിയിൽ അയക്കാനുള്ള ഏർപ്പാടുണ്ടാക്കി. അത് ഒരു വൻ വിജയമായിട്ട് തോന്നി. അദ്ദേഹം ആസ്ട്രേലിയക്കാരനാണെന്ന് അറിയാം. പിന്നെ അവിടെ ഏതൊരു യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രൊഫസറായിരുന്നു. അതെല്ലാം രാജിവെച്ചിട്ടാണ് അദ്ദേഹത്തിന് ഈ ഇങ്ങനെ സാമൂഹിക പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിയത്. ഈ രാവിലെ ആകുമ്പോൾ ആൾക്കാരൊക്കെ ഇവിടെ കയറി വന്ന് ഈ പല ബുദ്ധിമുട്ടുകളുകൊണ്ട് കാശിന് വേണ്ടിയൊക്കെ വരും. അപ്പോൾ ബ്രദർ രാവിലെ വിളിച്ചുണർത്തും. ബ്രദർ രാവിലെ എണീച്ച് അവർക്ക് വേണ്ട പൈസകളൊക്കെ കൊടുക്കും. അങ്ങനെ ഇത് സ്ഥിരം ഇങ്ങനെ രാവിലെ വന്ന് ഇവിടെ ആൾക്കാർ വന്ന് ശല്യങ്ങൾ ചെയ്തപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞു, ഇനി ആൾക്കാരെ ഇങ്ങോട്ട് വരുത്തണ്ട, അത് വലിയ ബുദ്ധിമുട്ടാണ്, ആശ്രമമല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ബ്രദറിന് ഭയങ്കര പ്രശ്നമായിപ്പോയി. അതിനുശേഷമാണ് ബ്രദർ കുറേശ്ശെ ഇവിടുന്ന് മാറാനുള്ള ഉണ്ടായത്. ഇവിടെ അദ്ദേഹത്തിന് കൂടെ ഉണ്ടാകുന്ന മറ്റു പലരും ഇവിടെ ജോലി ചെയ്ത ഒരാൾ തന്നെ ഇതുപോലെ ഗ്രീറ്റിംഗ് കാർഡ് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടുന്ന് പോയി. എങ്ങനെ അതിന് ചരിത്രം എനിക്ക് അറിയത്തില്ല. കുറേ കാലം അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം പിന്നെ കുളപ്പടയുന്ന സ്ഥലത്ത് ഇപ്പം താമസം. The last time I was at Chapadam, it must have been difficult for them because a lot of different people were coming at all sorts of times, and there wasn't well organised, and so I mean I think that Father would not be wrong in saying those criticisms. ടോമിൻ്റെ ഒരു ജനറലായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. അദ്ദേഹം ഒരു പ്രത്യേക സമൂഹത്തെ മുൻനിർത്തിയൊന്നുമല്ല. അദ്ദേഹം എല്ലാ മനുഷ്യരെയും സഹായിക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിൻ്റെ. ഞങ്ങളുടെ പ്രത്യേക ശൈലി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും 1-2 പള്ളികളൊക്കെ ഉണ്ട്. എല്ലാ അച്ഛന്മാർക്കും 2-3 പള്ളികളുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ പള്ളിയെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ടോമിന് അങ്ങനെ പള്ളിയൊന്നുമില്ലല്ലോ. പള്ളിയില്ലാത്തത് കൊണ്ട് അദ്ദേഹം ആ രീതിയിലല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. മറ്റങ്ങനെയല്ല, നമ്മളെ വീട് പോലെ ആയിരുന്നു. നമ്മൾ രാവിലെ വന്നാൽ എപ്പോഴും കയറി ചെന്നാൽ നമ്മൾ സ്വാതന്ത്ര്യമാണ്. എന്ത് വേണം സംസാരിക്കാൻ, നമ്മുടെ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പോയി സംസാരിക്കാൻ അച്ഛൻ ഇടപെടും. നമ്മുടെ കല്യാണമായിരുന്നാലും അച്ഛനും ബ്രദറും എല്ലാവരും വരും. നമ്മുടെ ഹിന്ദുക്കളുടെ ഏത് ആചാരത്തിലും അവർ പങ്കെടുക്കും, സഹകരിക്കും. അവിടുത്തെ എന്ത് ഉണ്ടെങ്കിലും ഇവിടുത്തെ എല്ലാ ഹിന്ദുക്കളും പോയി സഹകരിക്കും. നല്ല രീതിയിലായിരുന്നു കഴിഞ്ഞുകൊണ്ടിരുന്നത്. കുട്ടിക്കാലം മുതലേ ഞങ്ങൾ കണ്ട് വളർന്നവർ അച്ഛനും ടോം ബ്രദറും ഒക്കെ പ്രത്യേകമായ ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു. ഇവരൊക്കെ പോയപ്പോൾ ആ ഒരു ആത്മബന്ധം തന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതുപോലെയുള്ള ഒരു അവസ്ഥയാണ്. I really just came there to stay for 1 or 2 weeks as a holiday really, and to see Kerala. But after 2 or 3 weeks, Father Gabriel asked us in a very intense way that we should stay and help him with the work. And because he was struggling at that time, I thought we would stay on and try to get him established.
Augustine and I originally had the idea of working with the street children in Calcutta, and I thought possibly after we had been in Kerala for some time we could go back to that. So we stayed on at Tripadam and became involved in the work there and were happy there, and so I stayed on there for some 25 years. സഹായം ചെയ്യുന്നതിനോടൊപ്പം ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുക, ക്രിസ്തുവിനിലേക്ക് പിന്നെ അയാളെ ആക്കി തീർക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. ആക്കി തീർക്കാൻ വേണ്ടിയാണ് സഹായം ചെയ്യേണ്ടത്. സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സഹായമോ ചെയ്യേണ്ടത് ക്രിസ്തുവിൽ അയാളെ വളർത്താൻ വേണ്ടിയാണ്. മതത്തിലൂടെ അല്ലാതെയും നമുക്ക് മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ പറ്റും. കാരണം ഈ മതം എന്നുള്ളത് ഒരു ഓർഗനൈസ്ഡ് സെറ്റപ്പ്, അതായത് ഒരേ ചിന്താഗതിയും ഒരേ വിശ്വാസവും പുലർത്തുന്ന ഒരു വിഭാഗം ജനങ്ങളുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് മതത്തെ ഞാൻ കാണുന്നത്. ഹിന്ദുത്വം നിലനിർത്തുക എന്നുള്ള ഹിന്ദു സംസ്കാരത്തിൽ അധിഷ്ഠിതമായൊരു സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം. ഈ ഭാരതീയ സംസ്കാരത്തിലേക്ക് കടന്നു കയറുന്ന ഇപ്പം നമുക്ക് ഒട്ടനവധി നാളുകളായിട്ട് ഇത്തരത്തിലുള്ള ഒരു സേവന മനോഭാവത്തോടു കൂടി നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ കടന്നു കയറി ഈ അശരണരായ വ്യക്തികൾക്ക്, അതായത് ഒരു സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ കഴിയുന്ന വ്യക്തികളെ ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങളിലൂടെ മതം മാറ്റിയെടുക്കുക എന്നുള്ള വ്യക്തിത്വമാണ് ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനമാണ് ഇത്തരത്തിലുള്ള സന്നദ്ധ സംഘടന, ഇത്തരത്തിലുള്ള വ്യക്തിത്വം വിദേശത്തു നിന്ന് ഇത്തരത്തിലുള്ള വ്യക്തികൾ ചെയ്യുകയാണെങ്കിൽ അത് ഒരു കാരണവശാലും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഇവിടെ തന്നെ കഴിയണമെന്നുള്ള വലിയ താല്പര്യമുണ്ടായിരുന്നു. അതിന് ഞാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെ ശുപാർശ ചെയ്ത് അദ്ദേഹത്തിന് ഇവിടെ പൗരത്വം കൊടുക്കുന്നതിന് അതിനു വേണ്ടി ഞാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് കിട്ടിയെന്നറിയാമോ? അത് കിട്ടി അദ്ദേഹത്തിന്. അതെ, അദ്ദേഹത്തിന് അദ്ദേഹം ഇവിടെ വന്ന് വലിയ സന്തോഷത്തോടുകൂടി ആ വിവരം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ യഥാർത്ഥത്തിൽ അർഹിക്കുന്ന ഒന്നാണ്. I made an application and sent it off to Delhi. I think it's difficult to get, but I think if you need to get it, I think you have to go to Delhi a number of times, speak to the different ones and move the application from one desk to the next, and I think if I had have taken the trouble to do that, it might have been possible. I have a friend there's a lady in Madurai who lectures in the theological hall there, and she got citizenship, which was rather surprising because her work is very political. ഈ മലയോര പ്രദേശമായ നമ്മുടെ ഈ പ്രദേശത്തുള്ള സാധാരണക്കാർ, അവർക്ക് അറിവില്ലായ്മയോ അവരുടെ ദാരിദ്ര്യമോ ബുദ്ധിമുട്ടായിരിക്കാം അങ്ങനെ അത് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കള്ളത്തരം പറഞ്ഞിട്ട് മരുന്നിന് പൈസ വാങ്ങിക്കുക, ഇങ്ങനെ വസ്തുവില്ലാന്ന് പറഞ്ഞ് വസ്തുവിന് പൈസ വാങ്ങിക്കുക, വീട് വയ്ക്കുന്നതിന് വേണ്ടി പൈസ വാങ്ങിക്കുക, അങ്ങനെ ഉണ്ട് കുറേയൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷേ അത്രയും ആഴത്തിലേക്ക് ആളുകൾ പഠിക്കാതെ സായിപ്പ് അത് സായിപ്പിനും കൂടെ അതിനകത്തൊരു ഇതുണ്ട്, അങ്ങനെ ഒരു വിഷയമുണ്ട്, വന്നിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് പോയേ തീരൂ. അപ്പം നീ അവിടെ പാവങ്ങൾക്ക് കൊടുക്കുന്നില്ലേ, ഞങ്ങളും പാവങ്ങളാണ്, ഞങ്ങൾക്കും വല്ലതും താ. ഈ ഒരു വാദമുഖത്തിന് മുമ്പിൽ അദ്ദേഹം കൊടുത്തത് വാസ്തവമാണ്. അതിൻ്റെ അർത്ഥം അവരെ തീറ്റിപ്പോറ്റി എന്ന അർത്ഥമല്ല. അദ്ദേഹത്തിന് തീറ്റിപ്പോറ്റേണ്ട അവിടെ 5 രൂപ പാവത്തിന് കൊടുക്കണമെങ്കിൽ ഇവന് ചിലപ്പോൾ 10 രൂപ ദക്ഷിണ ഇട്ടെങ്കിലേ പറ്റൂ. അദ്ദേഹം അതും ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു താരതമ്യ പഠനം പെടുത്താൻ പോലും ഒക്കാത്ത ഒരു ദിവ്യനെന്ന് തന്നെ പറയണം. And when I first used to come and work with Tom a little bit, then Tom in that sense is egocentric. He's a man of himself, and that's where is he's gone. That's one of his problems, and it always is with an egocentric. It always is. If you're an egocentric and you want to do everything on your own, it's always a problem, and that's why I think Tom will always be misunderstood by some people. But he's a very, very generous and honest man. He's a saint. Saints are very difficult to work with. Mother Teresa എനിക്ക് കേട്ട് കഴിവുള്ളൂ, പക്ഷേ ഐ തിങ്ക് ഹി വാസ് സംവൺ മോർ ദാൻ ദാറ്റ് എന്നുള്ളതാണ് എൻ്റെ. അങ്ങനെ ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ല. ആരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതുവരെ ആ കാര്യത്തിൽ.
പിന്നെ ഒരു ഫോറിനറാണ്, ആ ഒരു ഹാൻഡിക്യാപ്പ് അങ്ങേർക്കുണ്ട്. മീഡിയ ഒന്നും അങ്ങനെ പറ്റി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കില്ല. ഇവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ മീഡിയക്കാർ ചുറ്റും കൂടുമല്ലോ. അതൊന്നുമില്ല, ഒന്നും ചെയ്യാറില്ല അങ്ങനെ പറ്റി. വെരി സൈലൻറ്റ് വർക്കർ. പക്ഷേ എനിക്കൊന്ന് ഈ ഞാൻ കണ്ടിട്ടുള്ളതിലേക്ക് വെച്ച് ഏറ്റവും ഒരു വിശാല ഹൃദയനും മനുഷ്യസ്നേഹിയും ഈശ്വരഭക്തിയും ഇതെല്ലാം തികഞ്ഞൊരു പെർഫെക്റ്റ് മാൻ എന്ന് വേണം പറയാൻ. ലയൺസ് ക്ലബിന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ഇതുപോലുള്ള ആക്ച്വലി അത് ഭൂമിയിൽ എത്തുന്നില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഈ 10-35 വർഷമായിട്ട് ഞാൻ ലയൺസിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് പറയുകയാണ്, കുറേയൊക്കെ ഇത്തിരി ഷോയും ഒക്കെ ആ കാര്യത്തിലുണ്ട്. ഈ അദ്ദേഹം ചെയ്യുന്നത് അങ്ങനെയല്ല, ശരിക്കും ഭൂമിയിൽ എത്തുന്ന തരത്തിലുള്ള സേവനമാണ്. വളരെ സിൻസിയറായിട്ട് അദ്ദേഹം ചെയ്യുന്നു. എനിക്ക് ഈ ലയൺസ് ക്ലബ്ബ് ചെയ്യുന്ന സേവനത്തിനേക്കാൾ എത്രയോ ഭേദമാണ് അദ്ദേഹത്തിൻ്റെ സേവനം എന്നാണ് എൻ്റെ അഭിപ്രായം. വലിയ ഇൻഡസ്ട്രിയലിസ്റ്റിൻ്റെ ഒരു മനസമാധാനം കൊടുക്കാനൊരു ശൈലി ഉണ്ടായിരുന്നു അവിടെ. കൽക്കട്ടയിൽ പോയാണെങ്കിൽ അത് തന്നെ കാണാം. ഈ വലിയ വമ്പിച്ച വെരി റിച്ച് ഇൻഡസ്ട്രിയലിസ്റ്റ് അവിടെ വന്നിട്ട് എല്ലാ ദിവസം ദാനവും ഊണും ഒക്കെ കൊടുക്കുന്നത്. അത് കാണുമ്പോൾ നമുക്ക് കാര്യമായിട്ട് ദേഷ്യം വരും നമ്മുടെ മനസ്സിൽ. ടോം അങ്ങനെയല്ല. ടോം കിട്ടുന്നത് ചില തുകകൾ പുള്ളിയുടെ ഫാമിലിയിൽ നിന്ന്. പുള്ളി അങ്ങനെ പൈസ റേസ് ചെയ്യുന്നില്ല. He doesn't go to an industrialist. Nobody knows Tom. No industrialist or rich person knows Tom. ഇവിടെ പോയാണെങ്കിൽ തിരുവനന്തപുരത്തിന് എന്തെങ്കിലും പണക്കാരോട് പോയി ചോദിക്കുകയാണെങ്കിൽ ടോമിനെ അറിയേനല്ല. മറിച്ച് മറിത്തറേസ വളരെ വ്യത്യസ്ത രീതിയിലാണ് ചെയ്തത്. Some people are individual workers. I tend to be an individual worker and work best with individuals. I'm not so much at home with groups and organisations, where other people's skills are more to do with organisational skills and working in a big way. Probably if I ran a big institution it wouldn't be a success because I don't have that sort of strength basically, and I'm not good at, as it were, controlling people and getting them to do what I think is the right thing. I mean, there are times when what I'm saying and what Sue is saying will upset Tom and he doesn't like it. But I mean, it goes. But I mean, sometimes things need to be said and we do need to change things. Because unless, you know, we need to change things for the good of everybody around us. But that isn't because Tom isn't a good man. It's because it's simply that we need to modify and improve the organisation and the management. But we can only do that with cooperation. അതാണ് ഇമാതിരിയുള്ള പ്രവർത്തനങ്ങൾ കാണുന്ന ഒരു പരിമിതി. പക്ഷേ അത് വരാതിരിക്കാൻ എന്തെങ്കിലും ഒരു സംഘടനാപരമായ പ്രവർത്തനം ഉണ്ടാവണം. അത് താല്പര്യമുള്ള ആളുകൾ ആരെങ്കിലും കൂടെ ചേർന്ന് ചെയ്യുകയാണെങ്കിൽ അത് നടക്കും. അതല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് അതങ്ങ് അവസാനിക്കും. Little red house in the wood, little man by the window stood, saw a rabbit running by, frightened as can be. Help me, help me, help, he said, before the huntsman shoots me dead. Bang! Onna, randa, mona, nale, anja, ara, yere, yete. Ta-ta-ta, 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 ta-ta-ta. Deep and wide, deep and wide, there's a river flowing deep and wide. Deep and wide, deep and wide, there's a river flowing deep and wide. ഈ നദി എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ സ്നേഹം. ദൈവത്തിന് നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ സ്നേഹം ആഴമുള്ള വീതിയുള്ള. Frightened as can be. Help me. Happy we will be. Deep and wide, deep and wide, there's a